ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. പിന്നെ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റുള്ള ഒരു മന്തി നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മന്തീൻ്റെ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു മന്തീൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ആദ്യം വേണ്ടത് കശ്മീരി റെഡ് ചില്ലിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ആറോ ഏഴോ എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പം അത് ഇവിടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു 6-7 അള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആ വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയൊരു ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരു റെഡ് ക്യാപ്സിക്കം അതും കൂടെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൈസിന് ഒരു റെഡ് കളറിൽ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു റെഡ് ക്യാപ്സിക്കം ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റെഡ് ചില്ലി ഉണ്ടല്ലോ, അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഓവനിലാകുമ്പോൾ നമുക്ക് ആ ഒരു ഇറക്കി കൊടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓവണൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അടുപ്പിൽ വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ മുളകും പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കവും വെളുത്തുള്ളിയും ഒക്കെ നല്ല ഒരു പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണേ. അപ്പോൾ അതിനുശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ റെഡ് ചില്ലി മുളക് പൊടിയില്ലാതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ലെമണിൻ്റെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലെമണൊക്കെ വരുമ്പോൾ നല്ല ഒരു പുളിപ്പും ഇതൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ലെമണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല തിക്കായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നല്ലോണം വേവിച്ച് വെച്ചതല്ല, അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് അരക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ നല്ല ഒന്ന് പേസ്റ്റാക്കി നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ആ ഒരു ഇതൊക്കെ വയറ്റി വെച്ച് നമ്മൾ ആ ഫ്രൈ പാനിൽ അതിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉള്ളി ഇതുപോലെ ചെറിയ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഒരു മസാല ഒക്കെ ഉണ്ടാക്കുന്നില്ല ആ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അധികം ഉള്ളി വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോൾ ഗരം മസാലയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കും. അപ്പം ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറിയൊരു കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച നമ്മളെ മസാലയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ കുറച്ചൊന്ന് മസാല നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ആ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, ഒരു ടേബിൾ സ്പൂണോളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 2 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോൻ്റെ പേസ്റ്റില്ല അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നും കൂടെ നല്ലോണം ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ നമ്മൾ ആ ഒരു റൈസിന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കളർ നമുക്ക് എന്തായാലും കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ല കളറൊക്കെ വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് ഫുഡ് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ പിന്നെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോൻ്റെ ചിക്കനാണ്. അപ്പോൾ 1 കിലോൻ്റെ ചിക്കന് ആവശ്യത്തിനുള്ള മസാല ഇതൊക്കെ എന്നിട്ട് ഞാനിവിടെ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കന് അളവ് ഇതൊക്കെ കൂട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതൊക്കെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യണേ. എന്നാലും നമ്മൾ ആ ഒരു നമ്മൾ റൈസിന് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ മിക്സി കഴുകിയിട്ട് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു മിക്സി നമുക്ക് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അതിലേക്കുള്ള ആ ഒരു മസാലയും കൂടെ നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ട് ഞാൻ മിക്സി ഇതാക്കിയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്നും കൂടെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു റൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒന്നാമത് കളറൊന്നും ചേർക്കാത്തത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അതേ ടേസ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അപ്പം എല്ലാവരും ഈ ഒരു മന്തി ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് ചിക്കന് കുക്ക് ചെയ്യുന്നവരെ മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം ചിക്കൻ ഇതുപോലെ കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ നമ്മൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വരും കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ ഇതിൽ നിന്നൊക്കെ കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അധികം വേണ്ട ആവശ്യമില്ല, ഒന്നാമത് നമുക്കൊന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂണോളം അവിടെ ആ ഒരു ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ചിക്കന് നല്ല ഒരു ഗ്രില്ലിൻ്റെ ടേസ്റ്റും കിട്ടും. പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്ന അതേ ഒരു ഫീലും നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഞാൻ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള അതിലേക്ക് നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം എൻ്റെ ഫ്രൈ പാന് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വലിയ പാത്രത്തിലേക്ക് ഈ ഗ്രേവി മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു ഡ്രൈ ലെമൺ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഡബിൾ വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് റൈസാണ്. അപ്പോൾ 2 കപ്പ് റൈസിന് ഞാൻ 3-3.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ആവശ്യത്തിന് ഇല്ലെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കണേ, എന്നാലും നമ്മൾ ആ ഒരു റൈസിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിച്ചപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പ് കുറവായത് കാരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കുറഞ്ഞ് കഴിഞ്ഞാൽ റൈസ് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഉപ്പും പുളിയൊക്കെ ഈ ഒരു സമയത്ത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. എന്നിട്ട് നമുക്ക് ഞാൻ നേരത്തെ അരി കഴുകിയിട്ട് ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. XXLൻ്റെ വലിയ റൈസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിന് വേണ്ടത്. എന്നിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അധികം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൈസൊക്കെ പൊടിഞ്ഞു പോകുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഒന്നാമത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസല്ലേ, അപ്പോൾ പൊടിയാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനിയും ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം ഒന്ന് വറ്റി വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അരിയൊക്കെ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഗീയും കൂടെ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഗീയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതൊന്നും ഒഴിവാക്കണേ, എന്നാലേ നമ്മൾ ഈ ഒരു റൈസ് നല്ല ഒരു പൊടിയാത്ത രീതിയിൽ നമുക്ക് കിട്ടുക. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് 2 തവണ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾ അരിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരിക. അപ്പം കൂടുതൽ ഇളക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പം ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടൊരു 8 മിനിറ്റോളം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ റൈസൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ഞാനതൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഓവനിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആവി വരുന്നവരെ ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ്റെ ഫ്ലേവറും ഒക്കെ നമ്മൾ ഈ ഒരു റൈസിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റൈസിന് സ്മോക്കി ഫ്ലേവറൊക്കെ വേണമെങ്കിൽ പോക്കിച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് കണലിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം മൊത്തത്തിൽ നമ്മളൊരു സ്മോക്കി സ്മെല്ലൊക്കെ നമ്മൾ ഈ ഒരു ചിക്കനും അതുപോലെ തന്നെ റൈസിനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു റൈസിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു റൈസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.